നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ സൗത്ത് ആഫ്രിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ എപ്പിസോഡാണിത്. എൻ്റെ യാത്രകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കോണായിരുന്നു വിക്ടോറിയ ഫാൾസ്. അതായത് ലോകാത്ഭുതങ്ങളിലൊന്നായ വിക്ടോറിയ ഫാൾസ് കാണുക എന്നുള്ളതായിരുന്നു ഈ യാത്രയുടെ ഐക്കോൺ തന്നെ. ഇതിനെ സഹായിക്കാൻ വേണ്ടിയും വിവരങ്ങൾ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയും ഒരു ലോക്കൽ ഗാർഡിയൻ ഞങ്ങളുടെ ഒപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലേക്ക് നമുക്ക് അല്പം ഒന്ന് ആദ്യം ശ്രദ്ധിക്കാം. അതിനുശേഷം ഞാൻ മറ്റു വിവരങ്ങൾ നിങ്ങൾക്ക് തരാം. 1 point, a little bit up, then you come back here, you turn to your left. All right. 3 meters deep, yes. The rainbow. If you want to see the rainbow on the other side, to stop slave trade, especially in East Africa. So he managed to do that. That is why we still are having, because he did a good job. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമല്ല ഇത്. ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏഞ്ചൽ വെള്ളച്ചാട്ടമാണ്. അതായത് അത് വെനീസ്വേലയിലെ കനേമ നാഷണൽ പാർക്കിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഉയരം ഏകദേശം 3212 അടിയാണ്. വിക്ടോറിയ വെള്ളച്ചാട്ടം, അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വെള്ളച്ചാട്ടം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതോ വീതിയേറിയതോ ആയ വെള്ളച്ചാട്ടമല്ല. എന്നിരുന്നാലും ഇതിൻ്റെ ആകെ വീതി, അതായത് 5604 അടിയും ഉയരം 354 അടിയും കൂടി ചേരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളം പതിക്കുന്ന വെള്ളച്ചാട്ടമായി ഇതിനെ കണക്കൂട്ടാം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭീമാകരമായ വലിപ്പവും ശക്തിയും കാരണം ഇത് ലോകത്തിലെ 7 പ്രകൃതി വിസ്മയങ്ങളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനവും ഉണ്ട്. വിക്ടോറിയ വെള്ളച്ചാട്ടം കേവലം ഒരു പ്രകൃതി വിസ്മയം മാത്രമല്ല, അതിന് ആഴമേറിയ ചരിത്രവും സാംസ്കാരികമായ പ്രാധാന്യവുമുണ്ട്. സാംബസി നദിയുടെ തീരങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജനവാസമുണ്ടായിരുന്നു. ആദിവാസി ഗോത്രങ്ങളായ കൊയ്സാൻ ജനതയാണ് ഈ പ്രദേശത്ത് ആദ്യകാലത്തെ നിവാസികൾ. പിന്നീട് ടോങ്കോ, ലോസി, ലയ തുടങ്ങിയ ബോണ്ട് ഗോത്രങ്ങളും ഇവിടെ താമസമുറപ്പിച്ചു. ഈ ഗോത്രങ്ങളെല്ലാം ഈ വെള്ളച്ചാട്ടത്തെ ഒരു വിശുദ്ധ സ്ഥലമായി കണക്കാക്കിയിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ലോക്കൽ ഗൈഡിന്റെ സംഭാഷണത്തിലേക്ക് നമുക്ക് അല്പം ശ്രദ്ധിക്കാം. So this is the Devil's Cataract. The Devil's Cataract. It was named by Livingstone a long time ago. Before we had the courts, civil courts, the laws of the country. So for people who do very serious crime like murder or rape, this was the death sentence. So they would come and throw you here. You go down 73 meters. If you survive, you find your way out, which is a long way up to the end of the falls. That's where you can go out, but it was difficult. You die instantly. So when Livingstone came, he is believed to have brought Christianity in Africa. So he said, by throwing people here, you are doing rituals. That's satanic, devilish. That's how he named this place Devil's Cataract. Up to today, then they stopped. So nothing happens here. It stays like this. No one does anything here. Okay? Right. So when we have too much water, it covers that island. That island will be underwater. Devil's Island, what's it called? Sorry? What's that island called? Cataract Island. And that's the one that is going breaking up. Yeah, you see it on the other side. Right. Be very careful, it's slippery. Don't take too much time. How many steps? 38. Keep to the rail. Watch your footing. Please don't take too much down there. Don't take too much time. Make it quick and come back. Be careful, it might be slippery. ഇവിടെ മുൻപ് താമസിച്ചിരുന്ന ഗോത്രവർഗക്കാർക്ക് വെള്ളച്ചാട്ടം അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. കൃഷിക്കും മത്സ്യബന്ധനത്തിനും അവർ നദിയെ ആശ്രയിച്ചിരുന്നു. വെള്ളച്ചാട്ടം അവർക്കൊരു ആരാധനാ സ്ഥലവും ആചാരങ്ങൾ നടത്താനുള്ള ഒരു വേദിയുമായിരുന്നു.
1855 സ്കോട്ടിഷ് മിഷണറിയും പ്രശസ്ത പരിവേഷകനുമായ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണ് ഈ വെള്ളച്ചാട്ടം ലോകത്തിൻ്റെ മുന്നിൽ എത്തിച്ചത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പരിവേഷണത്തിലെയാണ് അദ്ദേഹം മാത്രമായി ഈ വെള്ളച്ചാട്ടം കാണുന്നത്. അദ്ദേഹം അത്ഭുത സ്തംഭനായി പോവുകയും അന്നത്തെ ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ രാജ്ഞിയോടുള്ള ആദര സൂചകമായി അതിനെ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന് പേരിടുകയും ചെയ്തു. ലിവിങ്സ്റ്റൻ്റെ കണ്ടെത്തലോടെയാണ് ഈ വെള്ളച്ചാട്ടം പാശ്ചാത്യ ലോകത്ത് അറിയപ്പെട്ടു തുടങ്ങിയത്. ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കുള്ള കൂടുതൽ പരിവേഷണങ്ങൾക്കും കോളനിവൽക്കരണത്തിനും വഴി തുറന്നു. ലിവിങ്സ്റ്റൻ്റെ കണ്ടെത്തലിന് ശേഷം ബ്രിട്ടീഷ് കോളനിവൽക്കരണം ഈ പ്രദേശത്തും വേരുറപ്പിച്ചു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് വ്യവസായിയും രാഷ്ട്രീയക്കാരനുമായ സെസിൽ റോസ് ഈ പ്രദേശത്തിൻ്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1905 പൂർത്തിയായ വിക്ടോറിയ വെള്ളച്ചാട്ട പാലം ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. ആ പാലം കാണാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ട്. ഈ എപ്പിസോഡിൻ്റെ അവസാനത്തോടു കൂടി പാലം കാണിക്കും. അതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ തരികയും ചെയ്യാം. ഈ പാലം സാംബസി നദിക്ക് കുറുകെ നിർമ്മിച്ചതും സാംബിയയെയും സിംബാബ്വേയെയും ബന്ധിപ്പിക്കുന്നതുമാണ്. ഇത് വാണിജ്യപരമായ യാത്രകൾക്കും ടൂറിസത്തിനും വലിയ ഉത്തേജനം നൽകി. ഞാൻ ഇതിൻ്റെ ചരിത്രങ്ങൾ വിവരിക്കുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നിങ്ങളുടെ വിഷ്വലായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണുന്നുണ്ട്. അതെല്ലാം കാണാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടല്ലോ. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ കുറേ കൂടെ നന്നായി നമുക്കിത് ആഘോഷിക്കാൻ പറ്റുമല്ലോ, ആനന്ദിക്കാൻ പറ്റുമല്ലോ. ഇതിന് പ്രധാനപ്പെട്ട 9 പ്രധാന പോയിന്റുകളുണ്ട്. ഓരോ പോയിന്റിലും ചൂണ്ടുപലകളുണ്ട്, അവിടെ ഇൻഡിക്കേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾ കൂടി വിശദിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ വിക്ടോറിയ വെള്ളച്ചാട്ടം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറാൻ തുടങ്ങി. ഹോട്ടലുകളും മറ്റു സൗകര്യങ്ങളും വികസിക്കപ്പെട്ടു. ഈ വെള്ളച്ചാട്ടം സാംബസി നദിയുടെ പ്രധാന ഭാഗമായതിനാൽ ഈ പ്രദേശത്തെ ജൈവ വൈവിധ്യത്തിന് വെള്ളച്ചാട്ടം അത്യന്താപേക്ഷിതമാണ്. ചുറ്റുമുള്ള മഴക്കാടുകൾ നിരവധി സസ്യജന്തുക്കളുടെ ആവാസ കേന്ദ്രവുമാണ്. നിരവധി പ്രാദേശിക ജലജീവികൾക്കും പക്ഷികൾക്കും ഇത് ആഹാരവും ആവാസ വ്യവസ്ഥയും നൽകുന്നുണ്ട്. നദിയുടെ ഒഴുക്കിനെയും പരിസ്ഥിതിയെയും നിയന്ത്രിക്കുന്നതിൽ ഇതിന് പ്രധാന പങ്ക് തന്നെ ഉണ്ട്. സിംബാബ്വേയുടെയും സാംബിയയുടെയും സമ്പദ് വ്യവസ്ഥയിൽ വിനോദസഞ്ചാരം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. വിക്ടോറിയ വെള്ളച്ചാട്ടം ഈ 2 രാജ്യങ്ങളുടെയും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട് നിരവധി തൊഴിലവസരങ്ങൾ, അതായത് ഹോട്ടലുകൾ, ടൂർ ഗൈഡുകൾ, ട്രാൻസ്പോർട്ടുകൾ മുതലായവ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഈ വെള്ളച്ചാട്ടം മുഖാന്തരം. ഇത് പ്രാദേശിക സമൂഹങ്ങൾക്ക് വലിയ വരുമാനവും നൽകുന്നുണ്ട്. സാഹസ്യ വിനോദങ്ങളായ ബെഞ്ചി ജമ്പിംഗ്, വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്, ഹെലികോപ്റ്റർ റൈഡിംഗ് മുതലായവയെല്ലാം ഈ പ്രദേശത്തെ ടൂറിസത്തെ വികസിപ്പിക്കുന്നുണ്ട്. 1989 യുനെസ്കോ വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ ഒരു ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇത് അതിൻ്റെ സാർവത്രികമായ പ്രാധാന്യം ഊന്നി പറയുന്നു. ഈ പദവി വെള്ളച്ചാട്ടത്തിൻ്റെ സംരക്ഷണത്തിനും പരിപാലനത്തിനും സഹായിച്ചിട്ടുണ്ട്. ഭൂമിശാസ്ത്രമായ പഠനങ്ങൾക്ക് വിക്ടോറിയ വെള്ളച്ചാട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ രൂപാന്തരപ്പെട്ട ഇതിൻ്റെ ഘടനയും ജലപാതകളും ഭൂമിശാസ്ത്രപരമായ പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇത് ഒരു റീയൂണിയൻ പോയിന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പല നദികളുടെയും ഒന്നിച്ചു ചേരുന്ന ഒരു സ്ഥലം. ചുരുക്കി പറഞ്ഞാൽ വിക്ടോറിയ വെള്ളച്ചാട്ടം ആഫ്രിക്കയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും സാമ്പത്തികത്തിലും അവിഭാജ്യമായ ഒരു സ്ഥാനമാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അതിപ്രധാനമായ ഭാഗങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ട് പോയിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുന്നതോടൊപ്പം എൻ്റെ വിശദീകരണം ശ്രദ്ധിക്കുന്നതോടൊപ്പം ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക, ആനന്ദിക്കുക. പോയിന്റ് നമ്പർ 8 നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി ഏകദേശം 93 മീറ്റർ കൂടി ചെന്നാൽ അതിൻ്റെ അവിടെ നിന്നുകൊണ്ടുള്ള ആ പോയിന്റ് 8 നിന്നുള്ള വിശദമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. വിക്ടോറിയ വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണെന്ന് ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിത് കണ്ടിരിക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്. സാംബസി നദിയിലൂടെയുള്ള ബോട്ട് യാത്രകൾ സൂര്യാസ്തമന സമയത്ത് മനോഹരമായ കാഴ്ചയാണ്. അത് എൻ്റെ 2ാമത്തെ എപ്പിസോഡ് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ വിശദീകരിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെയുള്ള പാലത്തിൽ നിന്ന് ബെജി ജമ്പിങ് ചെയ്യുന്നത് അത് സാഹസികർക്ക് അതിആവേശകരമായ ഒരു അനുഭവമായിരിക്കും. അതുപോലെ തന്നെ സാംബസി നദിയിലെ റാഫ്റ്റിംഗ് ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നായി കണക്കാക്കപ്പെടുന്നു. അതുമാത്രമല്ല, ഒരു ഹെലികോപ്റ്റർ യാത്ര എടുക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്.
ആകാശ കാഴ്ചകൾ. ഈ വിക്ടോറിയ ഫാളിൻ്റെ ആകെ മൊത്തമുള്ള ഒരു ആകാശ കാഴ്ചകൾ കാണാൻ നമുക്ക് ഹെലികോപ്റ്റർ യാത്രയും ഇവിടെ അറേഞ്ച് ചെയ്തതുണ്ട്. അതിനൊക്കെ നമ്മൾ പ്രത്യേകം പണം കൊടുത്ത് പണം ചിലവാക്കി വേണം അവിടെ പോകേണ്ടത്. പ്രത്യേക സമയം നമ്മളത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ചുറ്റുമുള്ള ഗ്രാമങ്ങൾ സന്ദർശിച്ചാലോ പ്രാദേശിക സംസ്കാരവും ജീവിത രീതികളും അടുത്തറിയാൻ നമുക്ക് സാധിക്കും. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പാലം. 2 രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഈ പാലം മുഖാന്തരം വളരെയധികം വ്യാവസായ പുരോഗതി 2 രാജ്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. വിക്ടോറിയ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ആയതുകൊണ്ട് ഇതിൻ്റെ സംരക്ഷണത്തിനായി നിരവധി ശ്രമങ്ങൾ നടന്നു വരുന്നു. പ്രാദേശിക സർക്കാരുകളും അന്താരാഷ്ട്ര സംഘടനകളും ഈ പ്രകൃതി സൗന്ദര്യം നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധരാണ്. വിക്ടോറിയ വെള്ളച്ചാട്ടം വെറുമൊരു കാഴ്ചയല്ല, അതൊരു അനുഭവമാണ്. അതിൻ്റെ ഇടിമുഴങ്ങുന്ന ശബ്ദവും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജലഗണങ്ങളും മനോഹരമായ മഴവില്ലുകളും ചുറ്റുമുള്ള പ്രകൃതിയെല്ലാം ചേർന്ന് ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ട് കാണുമല്ലോ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അവസാന ഭാഗത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇടിമുഴക്കത്തോടു കൂടിയുള്ള ഈ ശബ്ദം, ഈ പരിസ്ഥിതി കേൾക്കുന്ന ഈ ശബ്ദം അത്ഭുത പരിതന്ത്രരായി നിർത്തിക്കും. അതിശയത്തോടു കൂടി മാത്രമേ നമുക്കിതെല്ലാം നോക്കി കണ്ടു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെങ്ങനെ ഉണ്ടാകുന്നു, എന്താണ് ഈ കാണിക്കുന്നത്, എന്താണ് ഈ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത്, നമുക്കത് നമ്മളൊക്കെ വെറും ശൂന്യരാണ് പ്രകൃതിയുടെ മുമ്പിൽ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഇതിന്. ഇനി എൻ്റെ ആഫ്രിക്കൻ യാത്രയുടെ മറ്റുള്ള വിവരണങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് വരാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.